എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് WazirXൽ കൂടെ എങ്ങനെയാണ് നമുക്ക് INR ഡിപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ഡിപ്പോസിറ്റ് ചെയ്ത INR വെച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ള ചെറിയൊരു സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് WazirX എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് WazirX ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഈ WazirXൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസാണ്. ഫസ്റ്റ് ഇൻഫോ എന്ന് പറയുന്നത് ജസ്റ്റ് അവർ ഈ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ന്യൂസ് കാര്യങ്ങൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കുറച്ച് നാളായിട്ട് അപ്ഡേഷനൊന്നും നടക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ കിടക്കുവാണ്. പിന്നെ രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്ന മാർക്കറ്റിൻ്റെ അകത്താണ് നമുക്ക് വേണ്ട കോയിൻസും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത് മാർക്കറ്റിലാണ്. മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. പിന്നെ നമ്മുടെ ഈ ഓർഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഇടുന്ന ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡർ നമുക്ക് കാണാൻ പറ്റുന്നത് ഏരിയയാണിത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓർഡറിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഓർഡർ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും ഈ ഓർഡറിൻ്റെ അടുത്ത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ട്രേഡിങ് ഹിസ്റ്ററീസാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഈ ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്താണ് നമുക്ക് നമ്മുടെ INRും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇടാനൊക്കെ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ കയ്യിൽ എത്ര രൂപ കിടക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഫണ്ടിൻ്റെ അകത്താണ്. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് INR എന്ന് പറഞ്ഞ 24,406 രൂപ കിടപ്പുണ്ട്. WazirX എന്ന് പറഞ്ഞ കോയിൻ 106 രൂപ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വഴി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി എങ്ങനെയാണ് ഒരു WazirX അക്കൗണ്ടിൻ്റെ അകത്തോട്ട് പുതിയതായിട്ട് ഫണ്ട് ആഡ് ചെയ്യുക നോക്കാം. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ INR ആണ്, നമ്മൾ ബാങ്കിൽ നിന്നാണ് പൈസ ആഡ് ചെയ്യുന്നത്. അതിൽ നമ്മൾ INR ക്ലിക്ക് ചെയ്യുക. INR ക്ലിക്ക് ചെയ്തു. INR ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ കാണുന്ന മൊത്തം ട്രാൻസാക്ഷനും ഡീറ്റെയിൽസും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണുന്നത്, ഈ കിടക്കുന്നതൊക്കെ. പക്ഷേ നമുക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 4 ഓപ്ഷൻസ് ഇവർ പറയുന്നുണ്ട്. അതിൽ അവൈലബിൾ ആയി കിടക്കുന്ന 2 ഓപ്ഷൻസിൽ കൂടെ മാത്രമേ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റിൽ നമുക്ക് IMPS, RTGS, നെഫ്റ്റ് വഴി നമുക്ക് പൈസ ഇടാൻ പറ്റും. ഫീ എന്ന് പറയുന്നത് 5.9 പെർ ട്രാൻസാക്ഷൻ. 5 രൂപ 9 പൈസയാണ് ഒരു ട്രാൻസാക്ഷന് ഫീസായിട്ട് ഇവ ഈടാക്കുന്നത്. മിനിമം ഡിപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപ നമുക്ക് മിനിമം ഡിപ്പോസിറ്റ് എങ്കിലും ചെയ്യണം. UPI ആപ്പ്, ഭീം, ഗൂഗിൾ പേ നോട്ട് സപ്പോർട്ട് യെറ്റ്. ഈ ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റിൻ്റെ അത് സപ്പോർട്ടാകത്തില്ല. അതിനുവേണ്ടി ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റ് വിത്ത് UPI എന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് IMPS വഴി ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബാങ്ക് ഡീറ്റെയിൽസ് എഴുതി കൊടുക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ കൊടുക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ പൈസ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇവർ ഈ പറയുന്ന ICICI ബാങ്ക് ഈ അക്കൗണ്ട് നമ്പറിലോട്ട് ബെനിഫിഷ്യറി നെയിം എന്താണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത് വെച്ച് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഇവിടെ വലിയ ഓപ്ഷൻസ് ഒന്നും ചെയ്യാനില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവർ പേ ഫ്രം എന്ന് പറഞ്ഞിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിൻ്റെ അകത്തോട്ട് പൈസ അങ്ങ് ഡയറക്റ്റ് അയച്ചാൽ മാത്രം മതി. ഇത് ചെയ്യണം ഈ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റൻറ്റ് UPI എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്ന ഇതെന്ന് പറയുന്ന UPI വെച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരു മിനിറ്റ്. ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റ് നമ്മൾ മിനിമം ഡിപ്പോസിറ്റ് 100 രൂപയാണ്. ഫീ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ നമ്മുടെ ഗേറ്റ് വേ വെച്ചിട്ട് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ UPI വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ UPIയോ ഫോൺ പേയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ UPI ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആക്കിയിട്ടേക്കണം. കാരണം നിങ്ങൾക്ക് ഗൂഗിൾ പേയിലോട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഈ മെസ്സേജ് വരുന്നത്.
അപ്പോൾ നിങ്ങൾ നേടണം ഇൻസ്റ്റൻറ്റ് ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യാം. എത്ര രൂപയാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചേക്ക് നോക്കുക. 100 രൂപ നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ മതി. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഡിപ്പോസിറ്റ് INR എന്നൊരു ഓപ്ഷൻ വരും. എൻ്റെ UPI ഏത് UPI 974652. അപ്പോൾ എൻ്റർ UPI. ഓക്കെ, അവിടെ ഞാൻ ഫോൺ പേ ആണ് ഗൂഗിൾ പേ ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ടൈം വരും. അപ്പോൾ നമ്മൾ ഏത് സെർച്ച് അപ്പോഴേക്കും എനിക്ക് എൻ്റെ ഗൂഗിൾ പേയിലോട്ട് ഒരു മെസ്സേജ് വരും, ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞ്. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ് വന്ന് ഇപ്പോൾ ഇതിലോട്ട് പേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ 100 രൂപ 12 പൈസ കൊടുത്തു കഴിയുമ്പോഴേക്കും എനിക്കവിടെ ഇവിടെ ഞാൻ ജസ്റ്റ് പേ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ UPI പിന്നും കൂടെ അടിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കാശ് എനിക്കവിടെ ഉടൻ തന്നെ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ UPI വെച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുവാണ്, ഞാൻ പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന രീതി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാഷ് ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞ ഉടനെ നമുക്ക് നമ്മുടെ കയ്യിൽ INR വന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ 100 രൂപ ഇട്ടിരിക്കും, 100 രൂപ. ഇപ്പോൾ എൻ്റെ 24,000 ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ എനിക്കൊരു കോയിൻ ഇപ്പോൾ ബൈ ചെയ്യണം. അപ്പോൾ ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫണ്ട് കണ്ടു, ഇനി നേരെ നമ്മൾ മാർക്കറ്റിലോട്ട് വരിക. ഈ ഫണ്ടിൻ്റെ അകത്ത് നമുക്ക് ആകെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന കോയിൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് INR എത്ര ഉണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് ഫണ്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ഉള്ളത്. ഇനി നമുക്ക് മാർക്കറ്റിൽ നോക്കാം. ഈ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണല്ലോ നമുക്ക് ബൈയും സെല്ലും ചെയ്യേണ്ടത്. മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 4 ഓപ്ഷൻസിൽ കൂടെ നമുക്ക് ബൈയും സെല്ലും ചെയ്യാം. നമുക്ക് ഇത് ഫേവറേറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആയിരിക്കും കോയിനെ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റും. അത് ജസ്റ്റ് ഫേവറേറ്റ് ഇടണമെങ്കിൽ ഈ കോയിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ജസ്റ്റ് ഫേവറേറ്റ് എന്ന് കൊടുക്കണം. അത് നമുക്ക് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും കോയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഫേവറേറ്റിലാക്കി ഇടാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മുകളിലായിട്ട് മാർക്കറ്റ് എടുക്കുമ്പോൾ മുകളിലായിട്ട് INR എന്ന് കാണും, USDT എന്ന് കാണും, WRX എന്ന് കാണും, BTC എന്ന് കാണും. ഈ 4 എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ INR എന്ന കോയിനായിരിക്കുന്നെങ്കിൽ INR വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ളതാണ് ഈ കിടക്കുന്ന ഓപ്ഷൻസൊക്കെ. ഇപ്പോൾ അട എനിക്ക് വാങ്ങിക്കാം. അടയുടെ വിലയെന്ന് പറയുന്നത് 47 രൂപയാണ്. ആറ്റം വാങ്ങിക്കാം 975 രൂപ. അതുപോലെ BNB 5301 രൂപ. അങ്ങനെ നമുക്ക് എല്ലാ കോയിൻസും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് നമുക്ക് വാങ്ങിക്കാം, അതും INR വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് INR. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് അയച്ചിട്ടിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് INR ആണ്. സോ INR ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഈ INR ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാ കോയിൻസും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ USDT ആണെന്ന് വിചാരിച്ചോ. USDT ആക്കാൻ വലിയ പാടൊന്നുമില്ല. USDT എന്ന് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫണ്ടിന് നമുക്ക് USDT ആക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കോയിൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷനുണ്ട്. നമുക്ക് SLM വാങ്ങിക്കാം, XRP, കുറേ മറ്റേ INRൻ്റെ അകത്ത് ഇല്ലാത്ത കുറേ കോയിൻസും ഇതിൻ്റെ അകത്തുണ്ട്, USDTക്കകത്തുണ്ട്. പിന്നീടുള്ളതാണ് WRX. WRX എന്ന് വെച്ചാൽ ഈ WazirXകാരുടെ തന്നെ ഒരു കോയിനാണ്. ആ കോയിൻ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ കോയിൻസാണ് ഈ കിടക്കുന്നതൊക്കെ. ഇത് BTC, ബിറ്റ്കോയിൻ വെച്ചിട്ട് വാങ്ങിക്കാൻ. അപ്പോൾ അടയെ നമ്മൾ നേരത്തെ കണ്ടല്ലോ 47 രൂപ. അപ്പോൾ 47 രൂപ എന്ന് പറയുന്നത് 0.0000401633 സതോഷിയാണ് നമ്മൾ കൊടുക്കുക. ഇത്രയും സതോഷി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അട കിട്ടും. അതാണ് അട എന്ന് പറയുന്നത്. കാർഡാനോ എന്ന് പറയുന്ന കോയിനാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം INR നമുക്കിപ്പോൾ ഒരു കോയിൻ ബൈ ചെയ്യണം. നമുക്ക് വെറുതെ ഒന്ന് INRൽ നമുക്കൊരു കോയിൻ ബൈ ചെയ്ത് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ VET എന്ന് പറഞ്ഞൊരു കോയിൻ. ഇപ്പോൾ നമ്മൾ VET എന്ന് പറഞ്ഞ കോയിൻ നോക്കുക. ഇതിൻ്റെ വിലയാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു കോയിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു ചാർട്ട്. ഇതാണ് നമ്മുടെ ചാർട്ട് വരുന്നത്. ഈ ചാർട്ട് നമുക്ക് നേരത്തെ ടൈം നോക്കാം. അപ്പോൾ നമുക്ക് ടൈം 1 മിനിറ്റ് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ കുറച്ച് ഡൗൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഇടിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കാം. 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 2 അവർ, അങ്ങനെ 4 അവർ ഗ്രാഫൊക്കെ നമുക്കിങ്ങനെ ഇടാം.
അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് നോക്കി ഓക്കെ ഇനിയിപ്പം ഓരോ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് നമുക്കൊരു ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് കോയിൻസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ ചാർട്ട് എന്നൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ബൈയും സെല്ലുമാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ബൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും റെഡ് കളറിൽ കാണുന്നത് സെല്ല് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബൈ ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആണല്ലോ. ഇപ്പോൾ എൻ്റെ INR ആയിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത്, ബാങ്കിൽ നിന്ന് പൈസ ഇട്ടിട്ട് INR ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ബൈ ചെയ്യണമെങ്കിൽ ഇതാണ് എനിക്ക് ഫസ്റ്റ് ബൈ. ഏറ്റവും വില കുറഞ്ഞ ഒരാൾ വിൽക്കാൻ നിൽക്കുന്നത് ഈ ഓപ്ഷൻ. ഇപ്പം ഞാൻ തൊട്ട ഈ ഓപ്ഷനാണ് എനിക്ക് ഏറ്റവും വില കുറച്ച് കിട്ടാനുള്ളത്. 2 രൂപ 19 പൈസ 19 പൈസയ്ക്ക് 257 ഒരാൾ വിൽക്കാൻ നിൽക്കുന്നത്. ഏത് വോളിയം 5307 കോയിൻ നിൽക്കുന്നത്. പക്ഷേ വേറൊരാൾ ഇത് വാങ്ങിക്കാൻ നിൽക്കുന്ന വ്യക്തി നിൽക്കുന്നത് 2 രൂപ 19 വാങ്ങിക്കാൻ നിൽക്കുന്നത്. അവൻ 800 കോയിൻ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് കിടക്കുന്നവരൊക്കെ ഇതിനേക്കാൾ വില കുറച്ചാണ് വാങ്ങിക്കാൻ കിടക്കുന്നതും. ഇവനാണ് ഏറ്റവും വില കുറച്ച് വാങ്ങിക്കുക. ഇത് വില കൂട്ടിയുള്ളവന്മാർ വിൽക്കാൻ നിൽക്കുന്നതുമാണ് ഈ താഴോട്ട് കിടക്കുന്നത്. ഈ 2 ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ചാർട്ട് എല്ലാവർക്കും ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാനിപ്പോൾ ബൈ ചെയ്യാൻ പോയി. ഇപ്പോൾ ഈ 2.19 രൂപ ഇട്ടിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു കുറച്ച് കോയിൻസ് ബൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ബൈ ചെയ്യേണ്ട ഇപ്പം ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ബൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ വേണം ഈ ആളെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ അതേ സമയത്ത് ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഓപ്ഷൻ കാണാൻ പറ്റും 2 രൂപ 57. അപ്പം ഞാൻ ഇവിടെ എനിക്കിപ്പോൾ 100 രൂപയ്ക്കാണ് ഉദ്ദേശിക്കുക. അപ്പോൾ INR അവിടെ ഞാൻ ഏറ്റവും താഴെ അവിടെ 100 രൂപ ഇട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് 45 കോയിൻ കിട്ടും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് എനിക്ക് ആ പൈസയ്ക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 രൂപയ്ക്കാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബൈ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു 2 രൂപ അങ്ങ് ഇട്ടു. 2 രൂപ എന്നിട്ട് ഞാൻ എന്നാ ചെയ്തു 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇടാൻ പോവുക. 2 രൂപയ്ക്ക് ഇപ്പോൾ എനിക്ക് എന്തായാലും കിട്ടത്തില്ല. 2 രൂപ 19 കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു ഓർഡർ എനിക്ക് ഇട്ട് വെക്കാൻ പറ്റും. എപ്പോഴെങ്കിലും 2 രൂപ വരുമ്പോൾ എനിക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇതിപ്പം ബൈ കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ അവിടെ 2 രൂപയ്ക്ക് ഓർഡർ കിടപ്പുണ്ട്. ഇവിടെ കാണുന്ന രീതി ഞാൻ ഓർഡർ ഇടാം. ഇവിടെ മൈ എന്ന് പറയുന്ന ഈ ഓർഡർ കിടക്കുന്നല്ലോ. ഓക്കെ, അപ്പോൾ 2 രൂപ താഴെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ മൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ മൈ എന്ന് പറയുന്നത് എൻ്റെ മൈ ഓർഡേഴ്സ് എന്നുള്ള ഷോർട്ട് ഫോമാണ് മൈ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതേ വരുവാണെങ്കിൽ ഓപ്പൺ ഓർഡർ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ. ഓർഡർ ഓപ്പണായി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഇവിടെ വന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. വേണമെങ്കിൽ എനിക്ക് മോഡിഫൈ ചെയ്യാം, ഓർഡർ ക്യാൻസൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ഓർഡർ അങ്ങ് ക്യാൻസൽ ഓർഡർ കൊടുത്തു. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് നമുക്ക് കാണുന്ന രീതി ഇപ്പോൾ VET മാർക്കറ്റ് INR ആണോ നോക്കുക. INR VETയെ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ഒന്നും കിടപ്പില്ല. ഞാൻ നേരെ ചാർട്ടിലോട്ട് പോവുക. ഓക്കെ, 2 രൂപ 19 പൈസ നേരെ ഓർഡർ എടുക്കുക. ഇപ്പോൾ 2.20 പൈസയായി. നേരത്തെ 2 രൂപ 19 പൈസ ഇപ്പോൾ കിട്ടും. കുറച്ചുകൂടെ വില കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 രൂപ കൃത്യം 2 രൂപ 19 ഞാൻ വാങ്ങിക്കാൻ ഇടാൻ പോവാണ്. ഓക്കെ, ബൈ 2 രൂപ 2.19. ഓക്കെ, എത്ര രൂപയ്ക്ക്? 100 രൂപയ്ക്ക് ബൈ. അപ്പോൾ എൻ്റെ ഓർഡർ ഇതവിടെ കിടക്കുന്നു. 2.19 എൻ്റെ ഒരു കോയിൻ വാങ്ങിക്കാൻ കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വോളിയം എന്ന് പറഞ്ഞ് കിടക്കുന്നത് 25,409 കോയിൻ. കാരണം ആ സെയിം പ്രൈസിന് തന്നെ വേറെ ഏതോ ഒരു വ്യക്തിയും കൂടെ കോയിൻസ് വാങ്ങിക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2,447 കോയിൻസ് വോളിയം എന്ന് കാണിക്കുന്നത്. ആ സെയിം പ്രൈസിന് തന്നെ വേറെ ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിലും ഞാൻ അവൻ്റെ കൂടെ പെടും. എപ്പോഴാണോ 2 രൂപ 19 പൈസ വരുന്നത് അപ്പോഴേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ എടുത്തിട്ട് ഞാൻ വീണ്ടും ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവാം. ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ഓപ്പൺ ഓർഡറിൽ വരിക. ഓർഡർ ക്യാൻസൽ. അതേ സമയത്ത് ഞാൻ ഒരു കോയിൻ വാങ്ങിക്കാൻ വേണ്ടി പോവാം. 2 രൂപ 20,517. ഇതിന് ഞാൻ ഒരു 100 കോയിൻ അവിടെ നിന്ന് കയറി 2 രൂപ 21. ഓക്കെ, ഞാൻ കയറി പൊയ്ക്കൊണ്ടിരിക്കുക മാർക്കറ്റ്. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ പോവാം. ഓർഡർ ബൈ എനിക്ക് ഓർഡർ പ്ലേസ് ഓർഡർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ പോയി നോക്കുമ്പോൾ ഓർഡർ കിടപ്പില്ല. കാരണം ഞാൻ ഓർഡർ ബൈ ആയി. ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഓർഡർ 100% ബൈ കംപ്ലീറ്റഡ്. അപ്പം ഞാൻ ഇനി എന്നാ ചെയ്യണം, നേരെ വാലറ്റിൽ പോയി നോക്കുമ്പോൾ 45 രൂപയ്ക്ക് 99 രൂപ 1 രൂപ ഫീസ് പോയിട്ടുണ്ട്. 100 രൂപ ഞാൻ ഇട്ടത്. 1 രൂപ ഫീസ് പോയതിന് ശേഷം 45 VET എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ
$99.23. അപ്പോൾ എനിക്കവിടെ കാണാൻ പറ്റും എൻ്റെ ഫണ്ടിൻ്റെ അവിടെ. ഞാൻ ഇനി മാർക്കറ്റിൽ പോവുക, VT എടുക്കുക, എനിക്കിനി അത് സെല്ല് ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ ചാർട്ടിൻ്റെ അവിടെ വരിക, നോക്കുക, ഓക്കെ ഫൈൻ. അതിനുശേഷം ഓർഡറെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അതിനെ ഇപ്പോൾ വാങ്ങിക്കാൻ നിൽക്കുന്നതിൻ്റെ എത്രയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ, അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു $2.21 വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ എനിക്കിടാം. അല്ലെങ്കിൽ $2.22 ഞാൻ സെല്ല് ഇടാൻ പോവാം. അപ്പോൾ ഞാൻ ഈ ബൈ കൊടുക്കില്ല, സെൽ ഓപ്ഷൻ വേണം കൊടുക്കാൻ, $2.22. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്ന കോയിൻസ് എത്ര ശതമാനം ഫുള്ള് കൊടുക്കണമെങ്കിൽ 100 കൊടുക്കുക, കുറച്ച് കൊടുക്കണമെങ്കിൽ 25 കൊടുക്കുക, പകുതി കോയിൻ കൊടുക്കണമെങ്കിൽ 50 കൊടുക്കുക. ഇപ്പം ഞാൻ ഫുൾ കോയിൻ കൊടുക്കാൻ വേണ്ടി ഞാൻ 100 കൊടുത്തു. എന്നിട്ട് ഞാൻ സെല്ല് കൊടുക്കുമ്പോൾ ഓർഡർ അവിടെ പ്ലേസ് ആയി. ഈ ചുമല കിടക്കുന്നുണ്ടോ, $2.22 വേറെ ആരും കൂടെ കൊടുക്കാൻ നിൽപ്പുണ്ട്. 12,331 കോയിൻസ് ടോട്ടൽ കൊടുക്കാറുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഈ 49 കോയിൻ കൊടുക്കാറുണ്ട്. അതേ സമയത്ത് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക, നേരെ മാർക്കറ്റിൽ വരിക, എന്നിട്ട് ഈ കിടക്കുന്ന ഫണ്ടേ ക്ലിക്ക് ചെയ്യുക, ഇത് സെല്ലെ ക്ലിക്ക് ചെയ്യുക, ഫുൾ കോയിനും സെല്ല് ചെയ്യണമെങ്കിൽ 100% ക്ലിക്ക് ചെയ്യുക, സെല്ല് കൊടുക്കുക. അപ്പോൾ കോയിൻ ഓൾറെഡി സെല്ലായിപ്പോയി. അപ്പോൾ എൻ്റെ കോയിൻ സെല്ലായി. അപ്പോൾ ഇനി ഞാൻ നേരെ ബാക്കിലോട്ട് വന്നു, ഫണ്ട് എടുത്തു, എനിക്ക് VT ഇപ്പോൾ ഇല്ല. ഇപ്പം എനിക്ക് എൻ്റെ പൈസ എനിക്ക് അവിടെ വന്നു, INR വീണ്ടും എനിക്ക് വന്നു. ഇനി നമുക്ക് US ഡോളറിലാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ US ഡോളർ നമ്മൾ മാറ്റണം. US ഡോളർ മാറ്റണമെങ്കിൽ നമ്മൾ USDT എന്ന് പറഞ്ഞ കോയിൻ ഇതേ ക്ലിക്ക് ചെയ്യുക, മാർക്കറ്റ് എടുക്കുക. അപ്പോൾ ഗ്രാഫൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല USDTക്ക്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇപ്പോൾ US ഡോളർ വാങ്ങിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ എനിക്കിപ്പം ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈ കിടക്കുന്ന പൈസയ്ക്ക് എനിക്ക് ഏകദേശം $320 കിട്ടും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ബൈ ചെയ്യുക. എന്നിട്ട് തന്നെയാണ് $, കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ വാലറ്റിൻ്റെ അവിടെ USDT ഇത്ര രൂപ $306 എന്ന് കിടക്കും. എന്നിട്ട് ഞാൻ $, എടുത്തിട്ട് എനിക്ക് ഏത് കോയിൻസ് വേണമെങ്കിലും എനിക്ക് $ൻ്റെ തുല്യമായിട്ട് ഇപ്പം 0.06 SNT എന്ന് പറഞ്ഞ കോയിൻ എനിക്ക് വാങ്ങിക്കണമെങ്കിൽ 0.064 എന്ന് വെച്ചാൽ ഒരു $10 ഞാൻ $10 വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് 149 കോയിൻ കിട്ടും. അപ്പോൾ അത് ഏകദേശം ഇപ്പോഴത്തെ വിലയ്ക്ക് വാങ്ങിക്കാൻ പോകണമെങ്കിൽ സഡനായിട്ട് എനിക്ക് വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുടെ ഓർഡർ ഞാൻ ക്ലിക്ക് ചെയ്യുക, ബൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ബൈനാൻസിൻ്റെ അകത്ത് ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടിയുള്ള ഇത്. നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫണ്ട് എടുക്കുക. ഇപ്പോൾ WazirX എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ WazirX അത് എനിക്ക് വിഡ്രോ കൊടുക്കാം. എനിക്ക് നേരെ അത് 2 ഓപ്ഷനുണ്ട്. നമുക്ക് ബൈനാൻസിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വാലറ്റിലോട്ട് നമുക്ക് ഫണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഈ ബൈനാൻസിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബൈനാൻസ് കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് നമ്മുടെ വിഡ്രോ ചെയ്യാനുള്ള ഫുള്ള് കൊടുക്കുക, എന്നിട്ട് ട്രാൻസ്ഫർ ടു ബൈനാൻസ് കൊടുക്കുക. നമ്മളിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബൈനാൻസിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. ഇത്രയും സിമ്പിളാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. മാർക്കറ്റ് ഈസി ആയിട്ട് നമുക്ക് ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും വീഡിയോ ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദി. ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക.